ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളങ്ങനെ അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സമ്പത്തിൻ്റെ സാമൂഹിക നീതി, സമ്പത്തും സാമൂഹിക നീതി എന്നുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ദൈവദാനമാണ് സമ്പത്തെന്ന് മനസ്സിലാക്കി. നമുക്കിന്ന് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. സഭയുടെ ചില പഠനങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. നമുക്കതൊക്കെ ഒന്ന് കാണാം. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ പരിപൂർണമായി അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ, അങ്ങയുടെ സഭയുടെ പഠനങ്ങൾ കൂടുതൽ അറിയുവാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ദൈവമേ, സമ്പത്ത് അങ്ങയുടെ ദാനമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ സമ്പത്തിനെ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ വിനിയോഗിക്കുവാനുള്ള അങ്ങ് തന്നെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത ചിന്തകൾ ഞങ്ങൾക്കിന്ന് കൂടുതൽ നന്നായി ഹൃദയസ്ഥമാക്കുവാൻ സാധിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, വിശുദ്ധ ഔസേ പിതാവേ, ഞങ്ങളുടെ പിതാവായ മർത്തോമാ സ്ലിഹായെ, സകല വിശുദ്ധരെ, സകല മാലാഹമാരെ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. ആമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു കഥയൊക്കെ പറഞ്ഞു തുടങ്ങി. ഇന്ന് ഒരു സംഭവം പറഞ്ഞു തുടങ്ങാം. വലിയ ഒരു മഹാനായ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നുള്ള സംഭവമാണ്. എൻ്റെ തന്നെ ജീവിതത്തിൽ നിന്നുള്ള സംഭവമാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ കുഞ്ഞു സ്കൂളിൽ പഠിക്കുമ്പം, ഞാൻ വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടൻ എനിക്കൊരു പുസ്തകം സമ്മാനം തന്നു. ആ പുസ്തകം ഒരു വലിയ തടിച്ച ഹാർഡ് ബൈൻഡൊക്കെ ഉള്ളൊരു പുസ്തകമാണ്. അപ്പോൾ അതിനോട് പുസ്തകമൊക്കെ വായിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ ഈ ബുക്കുകൾ വായിക്കുന്ന ശീലമുണ്ടല്ലോ അല്ലേ? നല്ല നല്ല പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം. നമ്മളെ ഒത്തിരി സ്വാധീനിക്കുന്ന, നമ്മുടെ സ്വഭാവത്തെയൊക്കെ രൂപപ്പെടുത്തുന്ന ഒരു നല്ല ശീലമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കുണ്ട് കേട്ടോ. അത് ബുക്കല്ല, അതുക്കും മേലെയാണ്, എല്ലാത്തിനും മേലെയാണ് വിശുദ്ധ ഗ്രന്ഥം, ബൈബിൾ കേട്ടോ. ഞാനൊരു ചലഞ്ച് പോലെ നിങ്ങളുടെ മുന്നിൽ വെക്കുക. കഴിഞ്ഞ ആഴ്ച നിയമാവർത്തന പുസ്തകത്തിലെ 8-ാം അധ്യായത്തിലൊരു വാക്യം എഴുതാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത്. ഇന്ന് ഞാൻ നിങ്ങളോടൊരു ചലഞ്ച് വെക്കുകയാണ്. നിങ്ങൾക്ക് സാധിക്കുമോ ഈ പറഞ്ഞ ഒരു വർഷം, നിങ്ങളിപ്പോൾ 11-ാം ക്ലാസ്സായി, ഇനി 12-ാം ക്ലാസ്സിലേക്ക് ചെല്ലുന്നു അല്ലേ? ഈ +2 കഴിയുന്നതിന് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 100 ദിവസങ്ങൾ കിട്ടും ഇനി. +2-ലെ നിങ്ങളുടെ സ്കൂൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് വിശുദ്ധ ഗ്രന്ഥം, ഈശോ നമ്മോട് സംസാരിക്കുന്ന, ദൈവം നമ്മോട് സംസാരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം ഒന്ന് വായിച്ച് തീർക്കുവാൻ സാധിക്കുമോ? ഒരു ചലഞ്ചായിട്ട് മുന്നോട്ട് വെക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ ഈ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കുക. വിശുദ്ധ ഗ്രന്ഥം ഒരു പ്രാവശ്യം പൂർണ്ണമായിട്ട്. നമ്മുടെയൊക്കെ പ്രശ്നം അതാണ്. നമ്മളൊക്കെ ഈ പലരും ബൈബിളിനെക്കുറിച്ച് പറയും, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ പറയും, പലരും വന്ന് പല പൊട്ടത്തരങ്ങളും പറയും. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിചാരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും, നമ്മളത് ഏറ്റെടുക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് കാര്യങ്ങളൊന്നും അറിയാതെ പോകും. അപ്പോൾ അങ്ങനെ സംഭവിക്കരുത്. ശരിക്കും വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാണെങ്കിൽ ഇവർ പറയുന്ന പല മണ്ടത്തരങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിലില്ലാത്തതോ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റാത്തത്, പൂർണ്ണമായിട്ട് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വായിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത്. എൻ്റെ 11-ാം ക്ലാസ്സിലെ കേൾക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും സാറൊരു ചലഞ്ച് വെക്കുകയാണ്. അടുത്ത വർഷം 12-ാം ക്ലാസ് കഴിയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിച്ച് തീർന്നിരിക്കും. ആർ യു റെഡി? നിങ്ങൾ തന്നെ മറുപടി പറയും. അപ്പോൾ നമുക്ക് നമ്മുടെ സംഭവത്തിലേക്ക് തിരിച്ചു വരാം. എനിക്കൊരു പുസ്തകം വായിക്കാൻ വേണ്ടി തന്നു. ഈ പുസ്തകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മ മാർഗരറ്റിൻ്റെ ജീവചരിത്രമാണ്. ആരാണ് മമ്മ മാർഗരറ്റ് എന്നറിയാമോ? വിശുദ്ധ ഡോൺ ബോസ്കോയുടെ അമ്മ അല്ലേ? യുവജന പ്രേക്ഷിതത്വം വളരെ നന്നായിട്ട് ഈ ഭൂമിയിൽ ചെയ്തു തീർത്ത ദൈവത്തിന് മുന്നിൽ മാതൃകയായ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ അമ്മയാണ് വിശുദ്ധ മമ്മ മാർഗരറ്റ്. ഞാൻ ആ പുസ്തകത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ മറന്നു. പക്ഷേ അതിൻ്റെ അവസാനത്തെ ഒരു പേജിലുള്ള ഒരു കാര്യം അന്ന് കുഞ്ഞിലെ വായിച്ചതാണ്. ഞാനത് ഇന്നും ഓർത്തിരിക്കുന്നുണ്ട്. ആ വാചകം ഇങ്ങനെയാണ്: വിശുദ്ധ മമ്മ മാർഗരറ്റ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും മമ്മ മാർഗരറ്റിനെ മരിച്ച് ഒന്ന് പുതിയ ഉടുപ്പൊക്കെ ഇടിപ്പിക്കാൻ വേണ്ടി ഡോൺ ബോസ്കോയുടെ അടുത്ത് വന്നിട്ട് ഇവർ വന്ന് പറഞ്ഞു, അവിടെ സഹായിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു, അച്ഛാ ഒരു നല്ലൊരു ഉടുപ്പ് അമ്മയുടെ എടുത്തു തരാമോ? അപ്പോൾ അമ്മയെ ഒരുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. ഡോൺ ബോസ്കോ മമ്മ മാർഗരറ്റിൻ്റെ അലമാരി തുറന്ന് നോക്കിയപ്പോഴത്തേക്കിനുമാണ് അതിനകത്ത് നല്ല ഉടുപ്പൊന്നുമില്ല. കാരണം ഉള്ളതെല്ലാം ഓൾറെഡി തന്നെ മമ്മ മാർഗരറ്റ് പലർക്കും ദാനം ചെയ്തു. സ്വന്തമായിട്ടുള്ള ഏറ്റവും നല്ല വസ്ത്രം വരെ മറ്റുള്ളവർക്ക് ദാനം ചെയ്ത ഒരു വിശുദ്ധ. ആ വിശുദ്ധയാണ് ലോകത്തിന് ഏറ്റവും നല്ല ഒരു മകനെയും, ഏറ്റവും നല്ലൊരു വിശുദ്ധനായിട്ടുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ ഇന്നൊരു മകനെയും ലോകത്തിന് സമ്മാനമായിട്ട് തന്നത്. അപ്പം നമുക്ക് എത്ര സമ്പത്തുണ്ടെന്നുള്ളതല്ല. മമ്മ മാർഗരറ്റ് വലിയ സമ്പന്നയൊന്നും അല്ലായിരുന്നു. പക്ഷേ കയ്യിലുള്ള ഉടുപ്പ് പോലും, സ്വന്തം വസ്ത്രങ്ങൾ പോലും, നല്ലത്, ഏറ്റവും മികച്ചത്, അതാ ചിന്തിക്കേണ്ടത്, മറ്റുള്ളവർക്ക് ദാനം കൊടുത്തൊരമ്മ. ഞാൻ ഈ ലോക്ക്ഡൗണിൻ്റെയൊക്കെ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് അകലെയുള്ള ഒരു ഡോൺ ബോസ്കോ ആശ്രമത്തിലാണ് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മളെപ്പോൾ ചെന്നാലും നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന തെളിച്ചേരാനും നമുക്ക് വിശുദ്ധ കുമ്പസാരം നടത്താനും ഒക്കെ വളരെ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന അച്ഛന്മാരുണ്ട്. അപ്പോൾ അവരെ കാണുമ്പോൾ ഞാൻ ശരിക്കും ഓർക്കും, ഒരു പക്ഷേ മമ്മ മാർഗരറ്റ് എന്ന് പറയുന്നത് അവിടെ ഡോൺ ബോസ്കോയുടെ രൂപമുണ്ട്. ഇങ്ങനെ മമ്മ മാർഗരറ്റിൻ്റെ ഫോട്ടോ ഉണ്ട്. ഡോൺ ബോസ്കോനെ കുട്ടികളൊക്കെ ചേർന്ന് നിർത്തുന്ന ഒരു മനോഹരമായ രൂപം. ശരിക്കും ആ അമ്മ ലോകത്തിന് സമ്മാനം കൊടുത്ത ഒരു മനോഹരമായ, ഏറ്റവും നല്ല ഒരു അമ്മയുടെ ഏറ്റവും വലിയ സമ്പത്താണ് ഈ മകൻ. ആ മകൻ ലോകത്തിന് സമ്മാനമായിട്ട് കൊടുത്തതാണ് അദ്ദേഹം മാതൃകയാക്കി തന്ന യുവജനങ്ങൾക്കിടയിലുള്ള പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ഒരു വലിയ സമൂഹം. ഓരോരുത്തരെയും നിങ്ങൾ നോക്കുക. നമ്മുടെ സെയിൻറ്റ് വിൻസെൻ്റ് പോൾ ആയിക്കൊള്ളട്ടെ, ഫാദർ ഡാമിയൻ ആയിക്കൊള്ളട്ടെ, നമ്മുടെ മദർ തെരേസ ആയിക്കൊള്ളട്ടെ,
ഇവരൊക്കെ തന്നെ ജീവിതത്തിൽ അവരുടേതായ വലിയ സാക്ഷ്യം സ്വന്തം സമ്പത്ത് ലോകത്തിന് സ്വന്തമായിട്ടുള്ളതെല്ലാം ലോകത്തിന് ദാനമായി കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ ലോകത്തിന് സ്വന്തമായിട്ടുള്ളതെല്ലാം ദാനമായി കൊടുക്കുന്ന, സ്വന്തം സമ്പത്തിനെ പകുത്തുവെക്കുന്ന കുറേ മനോഹരമായിട്ടുള്ള ഉദാഹരണങ്ങളുള്ള പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കുന്ന നമുക്കും ഇന്ന് സമ്പത്തിൻ്റെ ദാനം ചെയ്യലിനെക്കുറിച്ച്, പങ്കുവയ്ക്കലിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് അതിനു മുമ്പ് വിശുദ്ധ ബേസിൽ, മഹാനായ വിശുദ്ധ ബേസിൽ അദ്ദേഹം സമ്പത്തിൻ്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു വാക്യമുണ്ട്. നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് ഇട്ട് തരിക. മഹാനായ വിശുദ്ധ ബേസിൽ പറയുന്നു, നിങ്ങളുടെ അലമാരയിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന അപ്പം നിങ്ങളുടേതല്ല, അത് വിശക്കുന്നവരുടേതാണ്. നിങ്ങളുടെ അലമാരയിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങളുടേതല്ല, അത് നഗ്നർക്ക് അവകാശപ്പെട്ടതാണ്. വിശുദ്ധ ബേസിൽ പറയുക, നിങ്ങളുടെ അലമാരയിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന അപ്പം, നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, നമ്മുടെ അലമാരയിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, അല്ലേ? മമ്മ മാർക്കറ്റിന് അതാണ് ഞാൻ ഓർക്കാൻ കാരണം. ഇത് വായിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് പഴയ എൻ്റെ പണ്ടത്തെ ഒരു പുസ്തക വായന എൻ്റെ മനസ്സിലേക്ക് വന്നത്. വിശുദ്ധ മമ്മ മാർക്കറ്റ് എന്താ ചെയ്തത്? സ്വന്തമായിട്ടുള്ള ഏറ്റവും മനോഹരമായ വസ്ത്രം വരെ ലോകത്തിലേക്ക് കൊടുക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക. നമ്മുടെ അലമാരയിലോ? നമ്മളായിരുന്നു മമ്മ മാർക്കറ്റിൻ്റെ സ്ഥാനത്തെങ്കിലോ? അല്ലേ? എത്ര ടൈപ്പ് വാച്ച്, എത്ര ടൈപ്പ് ചെരുപ്പ്, എത്ര ടൈപ്പ് ഡ്രസ്സ്, അല്ലേ? ഏതൊക്കെ വെറൈറ്റി നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ഏറ്റവും നന്നായിട്ട് നടക്കുവാനൊക്കെയുള്ള വസ്ത്രമൊക്കെ നമുക്ക് സ്വന്തമാക്കാം. പക്ഷേ നമ്മുടെ സ്വത്ത്, നമുക്ക് സ്വന്തമായിട്ടുള്ള ഈ കാര്യങ്ങളിൽ എത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കാൻ തയ്യാറാണ്? നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലേ? നമ്മൾക്കൊരു കല്യാണമൊക്കെ നടത്തി, ഒരു ഫംഗ്ഷനൊക്കെ നടത്തി, എല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം മിച്ചമുണ്ടെങ്കിൽ നമ്മൾ ഉടനെ അടുത്ത അനാഥാലയത്തിലേക്ക് വിളിക്കും. നമ്മൾ വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളാകും, നമ്മൾ മുഴുവൻ ദാനം ചെയ്യുന്നവരാകും. അതോ ഇവിടെ കുറച്ച് ഭക്ഷണം മിച്ചമുണ്ട്, നിങ്ങളവിടേക്ക് ഞങ്ങളോട് കൊണ്ടുവരികയാണ് എന്നും പറഞ്ഞുകൊണ്ട് ശരിക്കും നമ്മുടെ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന വേസ്റ്റ് ബീൻ പോലെ നമ്മൾ നമ്മുടെ ആതുരാലയങ്ങളെയൊക്കെ കാണുക. അതല്ലാതെ ഒരു വിവാഹം നമ്മൾ ആഘോഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, ഒരു മാമോദീസയുടെ ആഘോഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അടുത്തുള്ള ഒരു ആതുരാലയത്തിലേക്ക് വിളിക്കുന്നു. കാരണം അവർക്ക് അവകാശപ്പെട്ടതാണ്. വിളിച്ചെടുത്ത് ഞങ്ങളുടെ ഇങ്ങനൊരു ഫംഗ്ഷനുണ്ട്, നിങ്ങളും കൂടെ ഞങ്ങളുടെ ഒപ്പം പങ്കാളികളാകണം, ഇങ്ങോട്ട് വരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ അവിടെ ഭക്ഷണം എത്തിച്ചു തരാം, അല്ലെങ്കിൽ അവിടെ ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ എത്തിച്ചു തരാം എന്ന് പറയുകയാണെങ്കിൽ അതാണ് ഹീറോയിസം. അതല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് മിച്ചം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളതെല്ലാം വാരി കൂട്ടിയിട്ട് ഫോൺ വിളിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുതരികയാണ്, എന്നിട്ട് നാളെ പറയുകയും ചെയ്യും ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെയല്ല വിശുദ്ധ ബേസിൽ പറയുന്നത്. നിനക്കുള്ള സമ്പത്തും നിനക്കുള്ള സ്വന്തമായിട്ടുള്ളതൊക്കെയും മറ്റുള്ളവരുമായി നീ പകുത്തുവെക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി നീ മാറ്റിവെക്കണം, അവനുമായി പങ്കുവെക്കണം. അങ്ങനെ നമുക്ക് എത്ര പേർക്ക് ചെയ്യാൻ സാധിക്കുന്നു? ഓർക്കുക, എൻ്റെയും നിങ്ങളുടെയും അലമാരയിലും എൻ്റെയും നിങ്ങളുടെയും വീട്ടിലുമൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ചാർക്കും കൊടുക്കാതെ മാറ്റിവെക്കുന്നത് മറ്റൊരുവന് അവകാശപ്പെട്ടതാണ്. ഞാൻ സമ്പാദിച്ചെന്നും പറഞ്ഞൊരു കാര്യമില്ല. നമ്മൾ ആദ്യമേ കണ്ടു, കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടു, ഞാൻ സമ്പാദിച്ചതല്ല, ദൈവം എനിക്ക് ദാനമായിട്ട് തന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വീട്ടിലെ അലമാരയിലും ഒക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് മാറ്റി വെച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ മറ്റൊരുവൻ അവകാശപ്പെട്ട സാധനം ഞാൻ മോഷ്ടിച്ച് പാത്തു വെച്ചിരിക്കുന്നതാണ്. ഓർത്തോളുക, നമ്മളൊക്കെ അത്യാവശ്യം നല്ല കള്ളന്മാർ തന്നെ ദൈവത്തിന് മുൻപിൽ. അപ്പം അതുകൊണ്ട് ഓർക്കുക, എൻ്റെ സമ്പത്ത് അത് ദാനം ചെയ്യുവാൻ, അത് പകുത്തു കൊടുക്കുവാൻ എനിക്കും നിനക്കും സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്ത്യാനിയാണ്, നല്ലവനാണ് എന്നൊക്കെ പറയാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. നമുക്ക് നമ്മുടെ ക്ലാസ് തുടരാം. സമ്പത്തിൻ്റെ വിനിയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് സമ്പത്ത് സ്വീകരിച്ച വ്യക്തി അത് അപരനുമായി പങ്കുവയ്ക്കുവാൻ മനസ്സ് കാണിക്കണം. അവിടെയാണ് നമ്മളൊരു റീഡെഫിനിഷൻ നമുക്ക് ആവശ്യം. നമ്മൾ റീഡിഫൈൻ ചെയ്യണം നമ്മുടെ ചില മനോഭാവങ്ങളെ. നമ്മൾ പറയുമല്ലേ, നമ്മളെല്ലാം ജീവകാരുണ്യം ചെയ്യുന്നു, നമ്മളെല്ലാവർക്കും ദാനമായി കൊടുക്കുന്നു, ഞാൻ അവരെ സഹായിക്കുന്നു, ഇവരെ സഹായിക്കുന്നു, അല്ലേ? കോവിഡിൻ്റെ കാലത്തൊക്കെ അല്ലേ നമ്മൾ 1 കിലോ അരിയും 10 കിലോ വെയിറ്റുള്ളൊരു ക്യാമറയായിട്ട് വരും. എന്നിട്ട് ക്യാമറയിൽ അരി കൊടുത്ത് അവൻ്റെ ഗതികേടുകൊണ്ട് അവനത് മേടിക്കും. അതിന് ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റയിലും FBയിലും എല്ലാം പോസ്റ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തകൻ. എന്ത് പ്രഹസനമാ സജി! ഇതിനൊക്കെ ആവശ്യമുണ്ടോ? നമ്മളെന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമ്മളത് ആരും കാണാതെ രഹസ്യമായി ചെയ്യണമെന്നാണ്. നമ്മൾ പരോപകാരം ചെയ്യുമ്പോൾ ആരും കാണാതെ രഹസ്യമായി ചെയ്യണമെന്ന് ഈശോ പറയുന്നത്. അപ്പോൾ നമ്മുടെ സമ്പത്ത് നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കണം. ഇനി അവിടെ ചിന്തിക്കേണ്ട കാര്യം, ഈ സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴത്തേക്കിനും നീ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ അതിനൊരു റീഡെഫിനിഷൻ ആവശ്യമാണ്. അത് അവന് കൊടുക്കുന്ന ഔദാര്യമല്ല, അത് അവൻ അവകാശപ്പെട്ട കാര്യമാണ്. ദൈവം നിനക്ക് ദാനമായി തന്ന സമ്പത്ത് നിൻ്റെ സഹോദരനുമായി പങ്കുവയ്ക്കുവാൻ നിനക്ക് ഉത്തരവാദിത്തമുള്ള സമയത്ത് അത് ചെയ്യാതെ നീ അവന് കൊടുക്കുമ്പോൾ ഞാനത് ദാനമായി കൊടുക്കുന്നു, ഭിക്ഷയായി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പിച്ചക്കാരൻ നീയാണ്. കാര്യം ദൈവത്തിൽ നിന്ന് പിച്ച കിട്ടിയ സാധനമാണ് ഈ സമ്പത്ത്. അത് മനസ്സിലാക്കാൻ നമ്മൾ പറ്റാതെ നമ്മൾ അഹങ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിച്ചത് അവന് കൊടുക്കുമ്പോൾ അതിന് അവകാശപ്പെട്ടതാണ്, അവൻ അവകാശപ്പെട്ടത് മാത്രമാണ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ കഴിവല്ല, ദൈവം എന്നെ ഏൽപ്പിച്ചത് അവനുമായി പങ്കുവയ്ക്കുന്നു എന്നുള്ള ബോധ്യം, ആ ഒരു രീതിയിൽ നമ്മുടെ ചിന്തകളെ ഒന്ന് റീഡിഫൈൻ ചെയ്തേ, ഒരു ഇച്ചിരി തെളിമയൊക്കെ വരട്ടെ നമ്മുടെ ചിന്തകൾക്ക്. നിങ്ങൾ അങ്ങനെ ഉള്ളവരാണ്, ഇനി അങ്ങനല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ചിന്തിക്കാം. അധ്വാനിച്ചുണ്ടാക്കുന്ന പണം വിവേകത്തോടെ ചിലവഴിക്കുവാനും ശ്രമിക്കണം. ധൂർത്തും ലുബ്ധും ഒരുപോലെ ഒഴിവാക്കേണ്ട തിന്മകളാണ്.
അതായത് നമ്മൾ ഒത്തിരി സമ്പാദിക്കാനും പോകരുത്, നമ്മൾ ഒത്തിരി ലാഭിഷാകാനും പോകരുത്, ഒത്തിരി പിശുക്ക് തരം കാണിക്കാനും പോകരുത്. നമ്മൾ പറയത്തില്ലേ എന്നാ ദരിദ്രവാസിയാണ്, എന്നാ പിശുക്കനെന്ന് പറയത്തില്ലേ, അങ്ങനെയും പറയരുത്. അവൻ അടിച്ച് പൊളിച്ചാണ് കഴിയുന്നത്. രണ്ടുമല്ല, കാരണം ദൈവം ഏൽപ്പിച്ച സാധനമാണ്. അത് ചുമ്മാ കൊണ്ട് കളയാനോ അതിങ്ങനെ പൂട്ടി വയ്ക്കാനോ എനിക്കും നിനക്കും അവകാശമില്ല. വീണ്ടും ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസണുള്ളത് സീസണിനും കൃത്യമായിട്ട് ദൈവം തമ്പുരാൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസണുള്ളത് സീസണിനും. എന്താണ് കാരണം? ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണം, അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തിന്, നമ്മുടെ രാജ്യത്തിന് ഉതകുന്നത് രാജ്യത്തിനും കൊടുക്കണം. ദൈവത്തിനും രാഷ്ട്രത്തിനും ഉതകുന്ന വ്യക്തികളായിട്ട് മാറേണ്ടവരാണ്. നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ രാജ്യത്തിന് നികുതിയായിട്ട് കൊടുക്കേണ്ടതാണ്. ആ നികുതിയായിട്ട് കൊടുക്കേണ്ടത് രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് മനസ്സിലാക്കി ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുക്കുവാനും, എൻ്റെ സമ്പത്തിൽ നിന്നും ദൈവത്തിന് കൊടുക്കേണ്ട ദശാംശം ദൈവത്തിന് കൊടുക്കുവാനും, അതേസമയം എൻ്റെ സമ്പത്തിൽ നിന്നും രാജ്യത്തിന് കൊടുക്കേണ്ട നികുതി രാജ്യത്തിന് കൊടുക്കാനും ഞാൻ തയ്യാറാകണം. അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തിന് നികുതി കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കടമയാണത്. ഓരോ ഭാരതീയൻ്റെയും അവകാശമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവകാശവുമാണ് ഉത്തരവാദിത്വവുമാണ് എൻ്റെ രാജ്യത്തിന് നികുതി കൊടുക്കുക എന്ന് പറയുന്നത്. നാം നൽകുന്ന നികുതി സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കാനുള്ളതാണെന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. നിങ്ങളൊക്കെ ജോലി കിട്ടി ദൈവകൃപയാൽ നല്ല നിലയിൽ, അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്ത് കൃഷിയൊക്കെ ചെയ്ത് നല്ല നിലയിലെത്തുമ്പോൾ ഓർക്കുക, നിങ്ങൾക്ക് അത് രാജ്യത്തിന് കൊടുക്കുവാനുള്ള അവകാശമുണ്ട്. നിങ്ങളുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വവുമാണ്. നികുതി വെട്ടിപ്പും കണക്കിൽ വരാത്ത ഈ കൃത്രിമം നിറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത് ദൈവസന്നിധിയിൽ വലിയ തെറ്റാണ്. രാജ്യത്തിന് മുന്നിൽ തെറ്റാണ് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ നികുതി വെട്ടിപ്പും വെട്ടിപ്പ് പരിപാടിയൊക്കെ തന്നെ ദൈവസന്നിധിയിൽ അതിനേക്കാളും വലിയ തെറ്റാണ്. കൃത്യമായിട്ട് നമ്മൾ തന്നെ പറഞ്ഞില്ലേ, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസണുള്ളത് സീസണിനും കൊടുക്കുക. നമുക്ക് നമ്മുടെ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരാം. സഭയുടെ ചില സാമൂഹിക പ്രബോധനങ്ങൾ കൃത്യമായിട്ട് സഭ സമ്പത്തിൻ്റെ വിനിയോഗത്തെക്കുറിച്ച്, നമ്മുടെ അധ്വാന രീതികളെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകൾ, സഭയുടെ ചില ഡോക്യുമെൻറ്റുകളെ കണ്ട് നമുക്ക് നിർത്താം. ഒന്ന് റേരും നോവാരുമാണ്. വളരെ പ്രശസ്തമായിട്ടുള്ള തൊഴിലാളികളുടെ അവകാശ പത്രിക, സാമൂഹിക ക്രമത്തിൻ്റെ മാഗ്ന കാർട്ട എന്നൊക്കെ അറിയപ്പെടുന്ന റേരും നോവാരും 1891 മെയ് 15 ലയോ 13 പാപ്പ ഇറക്കിയ ചാക്രിക ലേഖനമാണ്. സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പ്രബോധനമാണ്. തൊഴിലാളികളെ സംബന്ധിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അവകാശങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ വളരെ വ്യക്തവും സുദൃഢവുമായിട്ടുള്ള ഒരു ചാക്രിക ലേഖനം. അതുപോലെ തന്നെ ക്വാദ്രെ ജെസിമോ അന്നു റേരും നോവാരും എഴുതിയതിൻ്റെ 40-ാം വർഷത്തിൽ 11-ാം പിയൂസ് പാപ്പ പുറപ്പെടുവിച്ച ചാക്രിക ലേഖനമാണ് 31 മെയ് 15, 1931 മെയ് 15. സാമൂഹിക പ്രശ്നങ്ങൾക്ക്, നമ്മുടെ ചുറ്റുമുള്ള സാമൂഹിക പ്രശ്നങ്ങൾക്ക് എങ്ങനെ ക്രൈസ്തവ പരിഹാരം നമുക്ക് നിർദ്ദേശിക്കുവാൻ സാധിക്കും, അതാണ് ഈ ഒരു ചാക്രിക ലേഖനത്തിലുള്ളത്. അതുപോലെ തന്നെ മാതാവും ഗുരുനാഥയും 1961 മെയ് 15 ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധനായ ജോൺ 23-ാം പാപ്പ പുറപ്പെടുവിച്ച ചാക്രിക ലേഖനമാണ്. പ്രത്യേകിച്ച് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന രാജ്യങ്ങളുടെ നിലപാടുകൾ, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ, കാർഷിക വൃത്തിയുടെ പ്രാധാന്യമൊക്കെ പറയുന്ന മനോഹരമായിട്ടുള്ള ചാക്രിക ലേഖനമാണ്. അതുപോലെ തന്നെ ഭൂമിയിൽ സമാധാനം 1963 ഏപ്രിൽ 11 ജോൺ 23-ാം പാപ്പ ഇറക്കിയ മറ്റൊരു ചാക്രിക ലേഖനമാണ്. ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടി, ഇവിടെ സമാധാനത്തിൽ ലോകം കഴിയുവാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ, നമ്മൾ എങ്ങനെ ജീവിക്കണം, ഏത് കാര്യങ്ങൾ ഫോളോ ചെയ്യണം. അതുകൂടാതെ തന്നെയാണ് ജനതകളുടെ പുരോഗതി. പോളാറാമൻ പാപ്പ, അതിനുശേഷം വന്ന പോളാറാമൻ പാപ്പ ഇറക്കി 1967 മെയ് 24 പുറപ്പെടുവിച്ച മറ്റൊരു ചാക്രിക ലേഖനമാണ്. ഈ സമ്പന്ന രാഷ്ട്രങ്ങളും ദരിദ്ര രാഷ്ട്രങ്ങളും തമ്മിൽ സമ്പത്ത് പങ്കിടുന്നതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഒരു നിലപാട് കൃത്യമായിട്ട്, സഭയ്ക്ക് കൃത്യമായ നിലപാടുണ്ട്, സഭയൊന്നും മറച്ചു വെക്കുന്നില്ല. അങ്ങനെ ഇറക്കിയ ചാക്രിക ലേഖനമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, എൻ്റെയൊക്കെ കൊച്ചിലെ നമ്മുടെയൊക്കെ മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമൻ പാപ്പ സാമൂഹിക ഔത്സുഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് 1987 ഡിസംബർ 30 പുറപ്പെടുവിച്ചൊരു ചാക്രിക ലേഖനമുണ്ട്. അതുപോലെ തന്നെ പാപ്പ ഇറക്കിയ മറ്റൊരു ചാക്രിക ലേഖനമാണ്, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇറക്കിയ മറ്റൊരു ചാക്രിക ലേഖനമാണ് 100-ാം വർഷം, റേരും നോവാരുമിൻ്റെ 100-ാം വാർഷികം പ്രമാണിച്ച് 100-ാം വർഷം എന്ന പേരിൽ 1991 മെയ് 1 മറ്റൊരു ചാക്രിക ലേഖനം പാപ്പ പുറപ്പെടുവിച്ചു. ഇത്രയുമാണ് സഭയുടെ പ്രധാനപ്പെട്ട ചാക്രിക ലേഖനങ്ങൾ. ഞാനത് വളരെ വേഗത്തിലാണ് പറഞ്ഞത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ നിങ്ങളുടെ അസൈൻമെൻറ്റ് അതാണ്. ഒരു വെല്ലുവിളി ഓൾറെഡി വെച്ച് കഴിഞ്ഞു, വിശുദ്ധ ഗ്രന്ഥം പൂർണ്ണമായിട്ട് വായിക്കുക. ഇന്ന് ഞാൻ 7 ചാക്രിക ലേഖനങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവയുടെ പേരും അത് ഏത് പാപ്പാമാരാണ് ഇറക്കിയത്, അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനോഹരമായിട്ടുള്ള ഒരു അസൈൻമെൻറ്റായിട്ട് എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിർദ്ദേശിക്കുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുക. ഒന്നുകിൽ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ടീച്ചർ പറയുന്ന രീതിയിൽ ചെയ്യുക. നമുക്ക് നമ്മുടെ ഇന്നത്തെ പാഠം അവസാനിപ്പിക്കാം. പ്രാർത്ഥനയോടെ എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകളടയ്ക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈശോയെ ഒത്തിരി നന്ദി പറയുന്നു. അങ്ങേക്ക് ഞങ്ങളുടെ ഇന്നത്തെ ദിവസം അങ്ങയുടെ സഭയുടെ പഠനങ്ങളും പ്രബോധനങ്ങളും മനസ്സിലാക്കുവാൻ സാധിച്ചതിന്, വിശുദ്ധരായ പാപ്പാമാരെ നൽകി സഭയെ ശക്തിപ്പെടുത്തിയതിന് ഒക്കെ ഈശോയെ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ സമ്പത്ത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ, അവർക്ക് അവകാശപ്പെട്ടതാണ് ഞങ്ങളുടെ സമ്പത്തെന്ന് മനസ്സിലാക്കി അവരുമായി പങ്കുവയ്ക്കുവാനുള്ള തെളിമ ഞങ്ങളുടെ ബുദ്ധിക്ക് നൽകണമേ. പരിശുദ്ധമേ മാതാവേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെ, സകല വിശുദ്ധരെ, സകല മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര എന്നേക്കും. ആമേൻ.